ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെയുള്ള വിമർശനത്തിൽ നടി പാർവതിക്ക് മറുപടിയുമായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് ചിലർ തെറ്റിദ്ധാരണ പരത്തുകയാണ്. ഹേമ കമ്മിറ്റിയിലെ നടപടികൾ വിശദീകരിക്കാൻ വാർത്താസമ്മേളനം വിളിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രത്യേക പ്രസ് മീറ്റ് വിളിക്കുന്നുണ്ട്. കാരണം തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ സിനിമാ നയം വരുന്നതും നിയമ നടപടികളിലേക്ക് പോകുന്നതും നിയമനിർമ്മാണം നടത്തുന്നതും അടുത്ത മാസം കോൺക്ലേവ് നടത്തുന്നതും എല്ലാം അതിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ അറിയാത്ത ആളുകളല്ല ഇങ്ങനെയുള്ള ചില കമൻറ്റുകൾ പറയുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുൻകൈ എടുത്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി തന്നെ രൂപപ്പെട്ടത്. അവർ തന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് വിശദമായ ഒരു കുറിപ്പ് ഞാൻ തരുന്നുണ്ട്. ഷഫീദ് റാവുത്തറ വാർത്തകളോട് ചെയ്യുന്നു. ഷഫീദ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കറിയാം, തുടക്കം മുതൽ ദുരൂഹമാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നു, നമ്മുടെ ഖജനാവിൽ നിന്ന് പൈസ എടുത്തുണ്ടാക്കിയ റിപ്പോർട്ടാണ്. അത് റിപ്പോർട്ടിനെ പിന്നെ അഡ്രസ്സ് ഇല്ലാതിരിക്കുന്നു. ദീർഘനാളുകൾക്ക് ശേഷം, പല ആവശ്യങ്ങൾക്ക് ശേഷം മനസ്സില്ലാ മനസ്സോടെ പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വരുമ്പോൾ തന്നെ ചതിയിൽ വഞ്ചന എന്ന് പറയുന്ന പോലെ ചില പേപ്പറുകളൊക്കെ ഒഴിവാക്കുന്നു. അതിനുശേഷം നടപടികൾ ഇപ്പോൾ മൊഴിയൊന്നുമില്ല എന്ന് പറഞ്ഞ കേസൊക്കെ അവസാനിപ്പിക്കാനും പോവുകയാണ്. അപ്പോൾ അതിന് സ്വാഭാവിക ചരമത്തിലേക്ക് പോകുമ്പോഴാണ് പാർവതിയുടെ ഒരു പ്രതികരണം, ഒരു ഇൻസ്റ്റാഗ്രാം പ്രതികരണം വരുന്നത്. വീണ്ടും ബാക്ക് ടു ചർച്ചകളാവുകയാണോ ഹേമ കമ്മിറ്റി? ഷഫീദ്, ഹാഷ്മി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത കേസുകളിൽ അവശേഷിച്ച 14 എണ്ണം കൂടി അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു പാർവതി തിരുവോത്തിന്റെ പ്രതികരണം. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം അത് പാർവതി അവരുടെ സോഷ്യൽ മീഡിയയിൽ കൂടി ഉയർത്തുകയായിരുന്നു. മുഖ്യമന്ത്രിയെ കോട്ട് ചെയ്തിട്ടായിരുന്നു അങ്ങനെ ഒരു ചോദ്യവും ഇൻസ്റ്റാഗ്രാമിൽ അവർ പങ്കുവച്ചത്. എന്തിനായിരുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ചതെന്നും അതേപോലെ ഇനിയെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാമല്ലോ അല്ലേ, മാത്രവുമല്ല സിനിമാ മേഖലയിലെ ആവശ്യമായ നിയന്ത്രണങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരാൻ നയങ്ങൾ രൂപീകരിക്കുക എന്നായിരുന്നല്ലോ ആ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ലക്ഷ്യം അല്ലേ? അതിലെന്താണ് മുഖ്യമന്ത്രി ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും ചോദ്യം ഉയർത്തുകയായിരുന്നു പാർവതി തിരുവോത്ത്. അതിന് പിന്നാലെയാണ് ഈ വിഷയം വീണ്ടും സജീവ ചർച്ചയാകുന്നത്. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ തന്നെ അക്കാര്യത്തിൽ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ വിശദമായിട്ടൊരു വിശദീകരണം അതുണ്ടാകും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് വാർത്താ സമ്മേളനം വിളിച്ചു തന്നെ അറിയിക്കും. തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സിനിമാ നയം വന്നതും നിയമനിർമ്മാണം നടത്തുന്നതും കോൺക്ലേവ് തീരുമാനിച്ചതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇതൊന്നും അറിയാത്ത ആളുകളല്ല ചില കമന്റുകൾ പറയുന്നത് എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ കൂടി മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ അവശേഷിച്ച 14 കേസുകൾ കൂടി അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ പോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അതിനുശേഷം ഇക്കാര്യത്തിലെ ഈ വിഷയം, ഇതിന്റെ മെറിറ്റടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയിട്ടുള്ള സിനിമാ താരങ്ങളുടെ പ്രതികരണം നിർണായകമാകും. സംസ്ഥാന സർക്കാരിന്റെ നിലപാടും നിർണായകമാകും. ഹാഷ്മി. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.